രാജ്യത്തെ ഏറ്റവും ജനപ്രിയവും മികച്ച വിൽപ്പനയുള്ളതുമായ പ്രീമിയം ഹാഷ്ബാക്കുകളിൽ ഒന്നാണ് ഹ്യുണ്ടായിയുടെ എലൈറ്റ് i20. ഈ ശ്രേണിയിലെ മാരുതി സുസുക്കി ബലേനോയുടെ നേരിട്ടുള്ള എതിരാളിയാണ് എലൈറ്റ് i20. കൂടാതെ രണ്ട് കാറുകളും നിരവധി ഫീച്ചറുകൾ, മികച്ച എഞ്ചിനുകൾ, വില, യാത്രാസുഖം എന്നിവയിൽ മികച്ച ഓഫറുകളാണ് ഇരു വാഹനങ്ങളും നൽകുന്നത്. ഇപ്പോൾ ഹ്യുണ്ടായി എലൈറ്റ് i20യുടെ അടുത്ത തലമുറ മോഡലിന്റെ പ്രവർത്തനത്തിലാണ്. യൂറോപ്പിലും ഇന്ത്യയിലും അടുത്തിടെ വാഹനത്തിന്റെ പരിശോധന കമ്പനി നടത്തിയിരുന്നു. നിർമ്മാണത്തിലുള്ള മോഡലിന്റെ വ്യക്തമായ ചിത്രങ്ങളൊന്നും ഇതുവരെ ലഭ്യമല്ല. എന്നാൽ ബ്രസീലിയൻ ഗ്രാഫിക്സ് ഡിസൈനർ ക്ലബർ സിൽവ ആവിഷ്കരിച്ച പുതിയ എലൈറ്റ് i20യുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വാഹനത്തെ വിപണിയിൽ അവതരിപ്പിച്ചു കഴിയുമ്പോൾ കാർ എങ്ങനെയിരിക്കുമെന്ന് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അടുത്ത വർഷം കമ്പനി വാഹനത്തെ വിപണിയിലെത്തിക്കും. ആഗോളതലത്തിൽ തന്നെ i20യുടെ മൂന്നാം തലമുറ മോഡലാകും ഇത്. നിലവിലെ മോഡലായ എലൈറ്റ് i20 ഇന്ത്യൻ വിപണിയിൽ ഇപ്പോഴും വിറ്റഴിക്കുന്നുണ്ട്. അടുത്തിടെ ഇന്ത്യയിൽ അവതരിപ്പിച്ച ഗ്രാൻഡ് i10 നിയോസിനോട് സമാനമായുള്ള മുൻഗ്രിലായിരിക്കും വാഹനത്തിൽ ഉണ്ടാവുക. കോണുകളുള്ള ഹെഡ്ലാമ്പുകളായിരിക്കും പുതിയ മോഡലിൽ ഉണ്ടാവുക. പുനർരൂപകൽപ്പന ചെയ്ത ബമ്പറും LED DRLകളും i20യുടെ ലുക്കിനെ മെച്ചപ്പെടുത്തും. സൈഡ് പ്രൊഫൈൽ നിലവിലെ മോഡലുമായി സാമ്യമുള്ളവയാകും. കാറിന്റെ ഇന്റീരിയറുകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. എന്നിരുന്നാലും പരിഷ്കരിച്ച വിപണിയിലെത്തിക്കുന്നതിനാൽ ഹ്യുണ്ടായി ഒരു പുതിയ ഡിസൈൻ തീം ഇന്റീരിയറിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഉടൻ പുറത്തിറങ്ങുന്ന ടാറ്റ ആൾട്രോസ്, ഹോണ്ട ജാസ് എന്നിവ ഉയർത്തുന്ന കടുത്ത മത്സരത്തിൽ മുന്നിട്ടു നിൽക്കാൻ ദക്ഷിണ കൊറിയൻ നിർമ്മാതാവ് കാറിനെ കൂടുതൽ ശക്തമാക്കും. ഹ്യുണ്ടായി വെന്യുവിൽ അവതരിപ്പിച്ച ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഫീച്ചർ, പുതിയ ഡാഷ്ബോർഡ് രൂപകൽപ്പന എന്നിവയ്ക്കൊപ്പം ഒരു വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും എലൈറ്റ് i20യിൽ കമ്പനി വാഗ്ദാനം ചെയ്യും. ഡാഷ്ബോർഡ് രൂപകൽപ്പനയും ക്യാബിൻ തീമും പുതുക്കാൻ സാധ്യതയുണ്ട്. BS6 നിലവാരത്തിലുള്ള എഞ്ചിനുകളാകും കാറിനുണ്ടാവുക. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ വാഗ്ദാനം ചെയ്യുമെന്ന് കമ്പനി വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ടർബോ പെട്രോൾ കാറായ വെന്യുവിൽ വാഗ്ദാനം ചെയ്യുന്ന അതേ എഞ്ചിനാണിത്. ഈ എഞ്ചിൻ 118 bhp കരുത്തും 172 Nm ടോർക്കും വെന്യുവിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ 2020 i20യിൽ വ്യത്യസ്തമായ പവർ ആയിരിക്കും കമ്പനി ഉൾപ്പെടുത്തുക. വെന്യുവിൽ വാഗ്ദാനം ചെയ്യുന്ന 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ 6 സ്പീഡ് മാനുവൽ, 7 സ്പീഡ് ഇരട്ട ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളും ലഭിക്കും. ഇത് നിലവിലെ എലൈറ്റ് i20 വാഗ്ദാനം ചെയ്യുന്ന അതേ ഗിയർ ബോക്സിന് സമാനമായിരിക്കും. ടർബോ പെട്രോൾ എഞ്ചിന് പുറമെ പുതിയ i20യിൽ 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനും ഹ്യുണ്ടായി വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷ. ഭാരത് സ്റ്റേജ് 6 മലിനീകരണ നിരോധന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിരിക്കും ഈ ഡീസൽ എഞ്ചിൻ നിർമ്മിക്കുക. നിലവിൽ ഹ്യുണ്ടായി കാറുകളിൽ വാഗ്ദാനം ചെയ്യുന്ന 1.4 ലിറ്റർ, 1.6 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനുകൾ കമ്പനി മാറ്റി സ്ഥാപിക്കാനും സാധ്യതയുണ്ട്. പ്രീമിയം ഹാഷ്ബാക്കുകൾക്കിടയിലുള്ള പ്രവണതയ്ക്ക് അനുസൃതമായി കാറിന് വലുപ്പം കൂടാനും സാധ്യതയുണ്ട്. പുതിയ മോഡലിനെ അടുത്ത വർഷം വിപണിയിൽ എത്തിക്കാനായിരിക്കും കമ്പനിയുടെ ശ്രമം.